നമ്മളെല്ലാവരും കൃപയിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ. അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ പറയുവാൻ ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു ദൈവഭക്തന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് ദൈവം മുമ്പാകെ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ച നീതീകരണമാണ്. പരിശുദ്ധനും സർവ്വത്തിന്മേലും അധികാരമുള്ള ദൈവത്തിന്റെ മുന്നിൽ കുറ്റമില്ലാത്തവരും നീതിമാനുമായിരിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഒരു കുറ്റമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന അതൊരു വലിയ ഭാഗ്യമാണ്. അതിന് പകരമായി വെക്കാവുന്ന മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ നേടാനില്ല എന്നുള്ളതാണ് സത്യമായ ആ യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുക എന്നതിനെ കുറിച്ച് അധികം വിശദീകരിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആ ബാലപാഠങ്ങളിലൂടെ ഒക്കെ കടന്നുപോയവരാണല്ലോ. അതുപോലെ തന്നെ രക്ഷയ്ക്കൊരു ത്രികാല അനുഭവങ്ങൾ ഉണ്ടെന്നും നമുക്കറിയാം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നീതീകരണത്തെയും, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തെയും, രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണത്തെയും സൂചിപ്പിക്കുന്നതാണല്ലോ. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയും അറിവുമുള്ളതാണ്. ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീതീകരണത്തിലൂടെ നാം നമ്മുടെ മേൽ വിധിക്കപ്പെട്ട പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെട്ടു എന്നർത്ഥം. നമുക്ക് മേൽ ഒരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു, വിധിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിക്കുവാൻ നീതീകരണത്തിലൂടെ നമുക്ക് ഇടയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി വിധിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു കോടതി ഭാഷയാണ്. ഒരു വ്യക്തിയിൽ കുറേ നാളുകൾ വാദങ്ങളൊക്കെ നടന്ന് അവസാനം കോടതി പറയുകയാണ് അയാളെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് പറയുന്ന പോലെ ഒരു വിധി പ്രസ്താവന പോലെയുള്ള ഒരു കോടതി ഭാഷയാണ്. തുടർന്ന് അതായത് നീതീകരണം പ്രാപിച്ച നാം ഓരോരുത്തരും വിശുദ്ധീകരണത്തിലൂടെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. ഏറ്റവും അവസാനം തേജസ്കരണത്തിലൂടെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെടും. അതാണ് നമ്മുടെ ഓരോരുത്തരും പ്രത്യാശ. പ്രിയമുള്ളവരെ, ദൈവം മുമ്പാകെ നീതീകരണം പ്രാപിച്ച നാം ഓരോരുത്തരും ആ നീതീകരണത്തിന് ശേഷം തുടർന്നൊരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതൊരിക്കലും ഏതെങ്കിലും വിധത്തിലുള്ള ചടങ്ങുകളാലോ അനുഷ്ഠാനങ്ങളിലൂടെയോ സാധിക്കുന്ന ഒന്നല്ല. നമുക്കത് കുറെയൊക്കെ അറിയാവുന്നതാണ്. മനുഷ്യന്റെ നീതി പ്രവർത്തികൾ ദൈവം മുമ്പാകെ കറ പുരണ്ട തുണി പോലെയുള്ള ആ വേദഭാഗം നമുക്കറിയാം. അതിന്റെ വിശദീകരണവും നമുക്കറിയാം. നമ്മൾ ധരിക്കുന്ന ഒരു നല്ല വെള്ളവസ്ത്രത്തിൽ എന്തെങ്കിലും കറ പറ്റിയാൽ ആ വസ്ത്രം ധരിച്ച് പുറത്തു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. നമ്മളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വല്ലാത്തൊരു കറ പറ്റി നല്ലൊരു വെള്ളവസ്ത്രം ധരിച്ച് നാം ഉറങ്ങുമ്പോൾ ആ കറ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട്. അതായത് വഴിയാത്രയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വസ്ത്രത്തിലെ കറ പറ്റിയ ഭാഗം മറ്റുള്ളവർ കാണാത്ത വിധത്തിൽ മറയ്ക്കണോ, അതോ ആ സമൂഹത്തിൽ നിന്ന് നമ്മെ തന്നെ മറയ്ക്കാനായി ഓടി ഒളിക്കണോ എന്നുള്ള ചിന്തകൾ പലപ്പോഴും നമ്മെ ഭരിച്ചിട്ടുണ്ടാവും. കാരണം ആ ചെറിയൊരു കറ തന്നെ നമ്മെ അത്രമാത്രം അസ്വസ്ഥരാക്കാറുണ്ട്. ദൈവത്തിന് മുമ്പിൽ വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിലേക്ക് എത്തുന്ന മനുഷ്യന് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ ദൈവീയ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നത്. വേദപുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിയാൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യെശയ്യാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. യെശയ്യാപ്രവചനത്തിൽ 6-ാം അധ്യായത്തിലെ ആ ഒരു വാക്യമാണ് ഞാനിപ്പോൾ അത് വായിച്ചത്. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തനിക്കുണ്ടായിരുന്ന സകല ദുരിതങ്ങളും പരിഹരിക്കുന്ന വിധത്തിൽ ഒരു മത്സ്യ സമ്പത്തിനെ നൽകിയ യേശു കർത്താവിനോട് തന്നെ വിട്ടുപോകണമെന്ന് അപേക്ഷിച്ച പത്രോസിനെയും നമുക്ക് പരിചയമുണ്ട്. പത്രോസും ആ അപേക്ഷിച്ചതിന്റെ കാരണം ദൈവീയ സാന്നിധ്യത്തിൽ അവൻ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരു സന്ദർഭം പറയുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോയ പരീക്ഷന്റെയും ചുങ്കക്കാരന്റെയും കഥ നമുക്ക് പരിചിതമാണ്. അവിടെ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവികമായ ആ ദൈവത്തിന്റെ പ്രസൻസിനെ കുറിച്ചോ വ്യക്തമായ അറിവില്ലാത്തതിനാൽ ആ പരീക്ഷൻ അങ്ങനെ ആ അറിവില്ലാത്ത നിലയിൽ പ്രാർത്ഥിച്ച ആ പരീക്ഷൻ ദൈവത്തിന് പ്രസാദമായി തീരാൻ കഴിയാത്ത ഒരു പ്രാർത്ഥന അവിടെ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ചുങ്കക്കാരൻ തന്റെ അയോഗ്യതയെ വ്യക്തമായി മനസ്സിലാക്കി നിലവിളിച്ചതിനാൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൃത്യമായി പദാരം നൽകുകയും കൂടാതെ മറ്റു കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ഇടപെടാതിരുന്നിട്ടും ആ പരീക്ഷൻ ദൈവം മുമ്പാകെ
മുമ്പാകെ നീതീകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അവന് പ്രസാദമുള്ളതായി, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അവന്റെ പ്രവൃത്തികളൊന്നും നല്ലതായി തോന്നിയില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ രുചികരവും കാണാൻ മനോഹരവുമായ ഒരു ഭക്ഷണം ഒട്ടും വൃത്തിയില്ലാതെയും മുഖത്തും കയ്യിലും വ്രണങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തി വിളമ്പിത്തരുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള അഴുക്കുകൾ ആ ഭക്ഷണ പദാർത്ഥത്തിൽ പറ്റുകയും ചെയ്താൽ അത് ഭക്ഷിക്കുവാൻ നമുക്ക് എളുപ്പത്തിൽ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ദൈവം നീതീകരിക്കാത്ത ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന്റെ മുമ്പിൽ അറപ്പുള്ളതായി കാണപ്പെടുന്നത്. എന്നാൽ അതേസമയം ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചവർ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമുള്ളതായി മാറുമെന്നുള്ളത്, അതാണ് ആ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഭാഗ്യാവസ്ഥ. അവിടെയാണ് അതിന്റെ മഹത്വവും വലുപ്പവും നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഉപയോഗിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ സംഹാരകൻ കടന്നുപോയി, അത് സംഹാരകൻ എന്ന് പറയുന്നത് പിശാചല്ല എന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ദൈവത്തിന്റെ ആ കോപത്തിൽ നിന്നും, ദൈവത്തിന്റെ ആ അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു പ്രത്യേക പദവിയിലേക്കുള്ള ആ വിധി പ്രസ്താവനയാണ് നീതീകരണത്തിലൂടെ നമുക്കൊക്കെ ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, അതായത് തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷൻ ചെയ്തിരുന്ന പ്രവൃത്തികൾ, അവൻ നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്നു, അവൻ ഉപവസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പദാരം കൊടുത്തിരുന്നു, കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നില്ല, അതൊന്നും ദൈവത്തിന് പ്രസാദമായിരുന്നില്ല. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി അതേ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവത്തിന് മുമ്പാകെ പ്രസാദകരമായി തീരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമുള്ളതായി മാറുന്നു എന്നുള്ള ആ തിരുവചനമാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിപ്പാനായിരിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്യുന്നത്, അത് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് നാം പോകുന്നത്, അത് വിശുദ്ധീകരണത്തിനായിട്ടാണ്. ആ നിലയിലൂടെ നമുക്ക് ദൈവം അതിനെ കാണുന്നത്. അതായത് വിശുദ്ധീകരണത്തിന് നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കുന്നത് നമുക്ക് ലഭിച്ച നീതീകരണമാണ്, ദൈവത്തിന് മുമ്പാകെ നാം പ്രാപിച്ച നീതീകരണമാണ്. യഥാർത്ഥത്തിൽ നീതീകരണത്തിനുള്ള വില നൽകാൻ ആർക്കും കഴിയില്ലായിരുന്നു, ആർക്കും സാധ്യമല്ലായിരുന്നു. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി അത് നൽകി. ആ വേദഭാഗവും അല്ലെങ്കിൽ അതിന്റെ ആ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് അറിയാമല്ലോ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം നീതീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനായി കൊടുത്ത ആ വലിയ വില നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ തന്നെയാണ് അവിടെ കൊടുത്തിരുന്നതെന്ന് നമുക്കറിയാവുന്നുണ്ട്. അതിനായി കൊടുത്ത ആ വലിയ വിലയ്ക്ക് തുല്യമായി തന്നെ ദൈവം നമ്മെയും കാണുന്നു എന്നുള്ളത് നാം അറിയണം. യേശു ക്രിസ്തുവിനെ കൊടുത്ത് അത്രയും വില കൊടുത്ത് വാങ്ങിയപ്പോൾ അത്രയും വിലയുള്ള ഒരു വസ്തുവായി, അത്രയും വിലയുള്ള ഒരു വ്യക്തിയായി അങ്ങനെ തന്നെയാണ് ദൈവം നമ്മെ കാണുന്നത് എന്നുള്ളത് നാം അറിയട്ടെ. നീതീകരണത്തിലൂടെ അതാണ് സംഭവിക്കുന്നത്. അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് അടുത്തു വരുന്ന ഓരോ വ്യക്തിയെയും ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന നിലയിൽ ദൈവമക്കളായി തന്നെയാണ് ദൈവം കാണുന്നത് എന്നുള്ളത് നാം അറിയട്ടെ. കൂടാതെ അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെതുപോലെയുള്ള ഒരു പ്രകൃതമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ട നാളിൽ നാം നീതീകരിക്കപ്പെട്ടെങ്കിലും ക്രിസ്തുയേശുവിന്റെ ഭാവത്തിലേക്കോ വളർച്ചയിലേക്കോ നാം ആരും തന്നെ എത്തിയില്ല, അല്ലെങ്കിൽ ആ നാളിൽ എത്തിയിരുന്നില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല. ആ രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്കറിയാം, അതൊക്കെ നമ്മുടെ ഏറ്റവും തുടങ്ങിയ ആരംഭമാണ്. എന്നാൽ വിശുദ്ധീകരണത്തിന് ഒരു കാലയളവ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുവദിച്ചു തന്നതിലൂടെ യേശു ക്രിസ്തു എന്ന തലയോളം വളരാനുള്ള അവസരമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്, അതിലൂടെ നമുക്ക് ദൈവം പകർന്നു തരുന്നത്. അതിനെ നാം മനസ്സിലാക്കാതെ, അതിനുവേണ്ട പ്രാധാന്യം നൽകാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വില കൊടുത്ത ദൈവത്തിന്റെ മനോഭാവത്തെ ഒന്ന് ഊഹിക്കുക, ഒന്ന് മനസ്സിലാക്കുവാൻ നാം ഒന്ന് ശ്രമിക്കുക. നാം ആ വിശുദ്ധീകരണത്തിന് നമുക്ക് തന്ന ആയുസ്, ആ വിശുദ്ധീകരണത്തിന് ദൈവം നമ്മെ കൊണ്ടുപോകുന്ന വഴികൾ, അതിനെ മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം വില കൊടുത്ത് ദൈവത്തിന്റെ മനസ്സൊന്ന് ചിന്തിപ്പാൻ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. പ്രിയമുള്ളവരെ, ഒരു ഉദാഹരണം ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ. ഒരു വ്യക്തി വളരെ വില കൊടുത്ത്, അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് മേടിച്ച ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ചു എന്ന് വിചാരിക്കുക. അത്രയും വില കൊടുത്ത് മേടിച്ച ഒരു വസ്തു അത്രയും വർത്ത്, അല്ലെങ്കിൽ അത്രയും വിലയുള്ളതല്ലെന്ന് പിന്നീട് ബോധ്യമായാൽ, അങ്ങനെ തോന്നിയാൽ, മേടിച്ച ആളിന്റെ സങ്കടം നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വില കൊടുത്തൊക്കെ ചില വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ ചില നിമിഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ടൊക്കെ അത് കേടാകിയോ, അല്ലെങ്കിൽ അത് ഒന്നുമല്ലേ വെറും മോശമായിരുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില നാളുകളൊക്കെ നമ്മൾ അതിനെ ഓർത്ത് ചിലപ്പോൾ ഒക്കെ സങ്കടപ്പെടുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. നമുക്കത് മനസ്സിലാക്കാണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ബാങ്കിൽ നിന്നൊക്കെ ചിലർ മുക്കുപണ്ടങ്ങൾ
പണയപ്പെടുത്തി കടമെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തുടർന്ന് ആ ബാങ്ക് എന്ത് ചെയ്യും, ആ വ്യക്തിക്കെതിരെ വഞ്ചനയ്ക്ക് കേസ് കൊടുക്കുകയും ശിക്ഷിക്കുന്നതൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. കാരണം അത് വലിയൊരു ചതിയാണ്, വലിയൊരു അല്ലെങ്കിൽ എന്താ പറയാ, വലിയൊരു സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെ അതിലൂടെ സംഭവിക്കുന്നത്. കാരണം അത് അത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ ആ വിലയ്ക്ക് തക്കതായ അല്ലെങ്കിൽ വിലയ്ക്ക് തുല്യതായ ആ നിലയിലല്ല എന്ന് കാണുമ്പോൾ ആ വില മുടക്കിയ ആളുടെ സങ്കടം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നുള്ളത് ആ വചനത്തിലൂടെ, ഈ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ അല്ലെങ്കിൽ രാത്രി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം വില കൊടുത്ത് വാങ്ങി നമ്മെ ഓരോരുത്തരെയും കാണുമ്പോൾ അങ്ങനെ തക്ക മൂല്യമില്ലാത്തവരായി കാണുവാൻ ഇടയാകരുത്. അതിനുവേണ്ടിയാണ് നാം വിശുദ്ധീകരണത്തിലൂടെ നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് വിശുദ്ധീകരണത്തെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. ക്രിസ്തു യേശുവിന്റെ ഭാവത്തിലേക്കുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് നന്മയ്ക്കായി മാറട്ടെ. ദൈവം ആ കൊണ്ടുപോകുന്ന വഴികളെല്ലാം മനസ്സിലാക്കുവാൻ, അതിലൂടെ സഞ്ചരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. ഇനി റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനുള്ള ഒരു അവസരമാണ് നീതീകരണത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭ്യമാകുന്നത്. നാം നീതീകരിക്കപ്പെട്ടു എന്ന അറിവ് നമ്മൾ സൃഷ്ടിക്കുന്ന സമാധാനം വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. സംഹാരകൻ കടന്നുപോയി എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വളരെ വലുതാണ് നാം നീതീകരിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ ആ അറിവ്. പ്രിയമുള്ളവരെ, ആ അറിവിന്റെ ആ ബലത്തിൽ, ആ വിശ്വാസത്താൽ തന്നെ നാം അത് മുന്നോട്ട് പോകട്ടെ. ആ അധ്യായത്തിലെ റോമാലേഖനം 5-ാം അധ്യായത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു നൽകിയ നീതീകരണ നിമിത്തം ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങളെ അവിടെ വിവരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഭൗതിക നേട്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മീയ നേട്ടങ്ങളെയാണ്. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആത്മീയ സമ്പന്നതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ ആത്മീയ സമ്പന്നതയുടെ ആരംഭം ക്രിസ്തുയേശുവിലൂടെ വിശ്വാസത്താൽ നമുക്ക് പകർന്നു ലഭിച്ച നീതീകരണത്തിൽ, അവിടെയാണ് നമുക്ക് ആത്മീയ സമ്പന്നതയുടെ പടിപിടിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ജോലിയിൽ കയറി നാം ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തി നാം ഒരു എന്താ പറയാ ഒരു സെറ്റിൽ ആകുന്നെന്ന് പറയുന്നത് പോലെ തന്നെ നാം ആ ആത്മീയ സമ്പന്നതയുടെ പടിപിടിച്ച് കയറുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ നീതീകരണത്തിലാണ് അതെല്ലാം ആരംഭിക്കുന്നത് എന്നുള്ളത് നാം അറിയാം. റോമാലേഖനം 5-ാം അധ്യായം അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നാം ഓരോരുത്തരും കൃപയിൽ നിലനിൽക്കുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ സമ്പാദ്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന് ആ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ സമ്പാദ്യങ്ങൾ നാം കൃപയിൽ നിലനിൽക്കുന്നതിലൂടെ അപ്രകാരം നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആസ്തികളെ അല്ലെങ്കിൽ ആത്മീയ സമ്പത്തുകളെ ഒന്ന് ലിസ്റ്റാക്കി പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടത് ദൈവവുമായുള്ള സമാധാനം. ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ. അടുത്ത ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തെക്കുറിച്ച് നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് കഷ്ടതയോടുള്ള വ്യത്യസ്തമായ ഒരു പ്രതികരണം, നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, അതായത് രൂപാന്തരപ്പെട്ട ഒരു പ്രതികരണം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടതയിൽ നമ്മൾ സങ്കടപ്പെട്ട് തളർന്നു പോകുന്നില്ല എന്നത് നമുക്ക് കാണുന്നുണ്ട്. കൂടി ഞാൻ അത് ഇന്ന് രാത്രി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തേജസ്കരണത്തെ കുറിച്ചുള്ള നമ്മുടെ ഉറപ്പുള്ള പ്രത്യാശയും അവിടെ ആ നീതീകരണത്തെ തുടർന്ന് അതിന്റെ ഒരു ആത്മീയ സമ്പത്തായിട്ട് നമുക്ക് പ്രാപിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തിയിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയാൽ നാം പ്രാപിച്ച നീതീകരണത്തിന്റെ ഈ നേട്ടങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു നിർണായക വാക്യമാണ് അതിന്റെ അടുത്ത വാക്യം, 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ആ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ വാക്യത്തിൽ പ്രധാനമായും കാണുന്ന 3-4 പദങ്ങളുണ്ട്. നിൽക്കുന്ന, കൃപ, വിശ്വാസം, പ്രവേശനം. ഈ പദങ്ങളെയൊക്കെ വ്യത്യസ്ത രീതികളെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ വാക്കുകളെയും ഒക്കെ എടുത്ത് നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഇവിടെ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്ന കൃപയെ അർഹതയില്ലാത്ത ഇടത്ത് നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ പ്രീതി എന്ന് നിർവചിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമ്മൾ കൃപ എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് യഥാർത്ഥത്തിൽ വിപരീതമായത് അർഹിക്കുന്നവരിൽ പകരുന്ന ദൈവത്തിന്റെ പ്രീതി, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ നിന്ന് അവരിലേക്ക് ദൈവം പകർന്ന ആ കൃപ, ആ നിലയിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ പിന്നിൽ കൃപയുണ്ട്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, നമുക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയുമാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും
കാരണമല്ല. ആ വാക്യം ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ റോമാലേഖനം 5-2 കാണുന്ന ആ കൃപ എന്ന വാക്ക് അല്പം കൂടി വ്യത്യസ്തമായ അർത്ഥത്തിലാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് എന്ന വാചകത്തിലെ ഈ എന്ന പദത്തിലൂടെ ഒരു പ്രത്യേക കൃപയെയാണ് പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്ന കൃപയെ റോമാലേഖനത്തിന്റെ തന്നെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ നീതീകരണ അവസ്ഥയെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപ എന്ന് പറയുമ്പോൾ ആ നീതീകരണ അവസ്ഥയിലേക്കാണ് കാണിക്കുന്നത്. അതിലെ ആ ഒരു നിലയിലാണ് പൗലോസ് അവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനർത്ഥം നമ്മൾ മുമ്പ് കോപത്തിന് കീഴിലായിരുന്നു നിന്നിരുന്ന എങ്കിൽ ഇപ്പോൾ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരായി കൃപയ്ക്ക് കീഴിലാണ് നിൽക്കുന്നതെന്നാണ് ആ വാക്യത്തിലൂടെ അവിടെ വിശദീകരിക്കുന്നത്. ഈ വിശദീകരണത്തിലൂടെ റോമാലേഖനം 5-2 നമ്മൾ കാണുന്ന നിൽക്കുക എന്ന പദത്തെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതും വളരെ പ്രാധാന്യമുള്ളതാണ്. നാം നിൽക്കുന്ന കൃപയിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുന്ന എന്നുള്ള പദം ഒത്തിരി പ്രാധാന്യമുണ്ട്. അതിൽ നിൽക്കുക, അതിൽ നിന്ന് വീണു പോയവരുണ്ട്, അതിൽ നിന്ന് മാറിപ്പോയവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നിൽക്കുക എന്നുള്ള പദത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ കാരുണ്യത്താൽ നാം നീതീകരണത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ആ കൃപയിലാണ് നമുക്ക് നിൽക്കുവാനുള്ള പദവി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് ആ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങളിലൂടെ നമ്മെ പ്രബോധിക്കുകയാണ്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അടുത്ത പദം വിശ്വാസത്തിന്. അതിനും വിവിധ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ പല പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും അതിന്റെ അർത്ഥം. നമ്മൾ ആ നിലയിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുക, നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കുക, അങ്ങനെയുള്ള പല വാക്യങ്ങളും പ്രബോധനങ്ങളും അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ള സ്വഭാവ സവിശേഷതയും ആ അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ ദൈവം നമ്മോട് വിശ്വസ്തരായിരിക്കുന്നു, നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ദൈവവചനം സ്വീകരിക്കുന്നവരുടെ വിശ്വസിക്കുക എന്ന അർത്ഥവും നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവവചനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതും അതിനെയും വിശ്വാസം എന്ന് തന്നെയാണ് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്കുള്ള പ്രവേശനത്തെ സാധ്യമാക്കുന്ന വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ നിലയിലാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടത് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കപ്പെട്ടെ എന്ന വാചകം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും ഉദ്ധരിക്കാറുണ്ട്. ആ വാചകം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാ വിശ്വാസവും രക്ഷയ്ക്ക് ഉതകുമെന്ന് വാദിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അത് വളരെ വളരെ തെറ്റായ ഒരു ചിന്തയാണെന്ന് നമുക്കറിയാം. അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ നീതീകരണത്തോട് ബന്ധപ്പെട്ട് കാണുന്ന അടുത്ത പദമാണ്, അവിടെ കാണുന്ന ആ പദമാണ് പ്രവേശനം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കണ്ട വിശദീകരണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ പ്രവേശനം ഒരു അവകാശമായോ ഒരു സ്വാതന്ത്ര്യമായോ നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ആ നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. മറ്റ് ഏതെങ്കിലും ഒരു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ രേഖയാണല്ലോ പാസ്പോർട്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, പലരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവാദമില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന് നമ്മൾ യാത്ര ചെയ്യാനുള്ള ആ രാജ്യത്തിന്റെ അനുമതി കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ആ രാജ്യത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ആ രാജ്യത്തിന്റെ നിയമപ്രകാരം നമുക്ക് ലഭിച്ച അനുമതിയിലൂടെ നമുക്ക് സ്വതന്ത്രമായി ആ രാജ്യത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ വിസ എന്നൊക്കെ പറയേണ്ടത് സ്റ്റാമ്പ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രവേശന അവകാശമാണ് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാം കണ്ടെത്തിയത് ആ കൃപയിലേക്ക് അല്ലെങ്കിൽ നീതീകരണ അവസ്ഥയിലേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പ് ഞാൻ വിശദീകരിച്ച ആ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ലഭിക്കുന്ന അനുവാദങ്ങളെ നമ്മുടെ രാജ്യത്ത് തന്നെ പരിശോധിക്കാറുണ്ടെന്ന് നമുക്കറിയാം. അതായത് നമുക്കൊരു വിസ ലഭിച്ചു, നമുക്ക് വേറെ രാജ്യത്തേക്ക് പോകാനുള്ള അനുവാദം കിട്ടി എങ്കിലും നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാജ്യം വിട്ടു പോകുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ആ വിസ അവർ പരിശോധിക്കാറുണ്ട്. ആ പരിശോധനയിൽ നമുക്ക് ലഭിച്ച വിസ അംഗീകൃതമല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ ആ യാത്ര, നമ്മുടെ രാജ്യത്തെ അധികൃതർ തന്നെ അത് തടയുമെന്നറിയാം. അവിടെ ചെന്നിട്ട് പറഞ്ഞു വിടുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മെ അവിടെ തടയുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ വിസ ഒരു ചെറിയ കാലാവധിയിലേക്കുള്ള സന്ദർശക വിസയാണെങ്കിൽ ആ കാലാവധിക്കുള്ളിൽ തന്നെ മടങ്ങി വരുമെന്നും നമ്മുടെ രാജ്യങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. കാരണം റിട്ടേൺ ടിക്കറ്റ് ഒക്കെ നമ്മൾ, അതായത് സന്ദർശക വിസയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ യാത്രയെ അവർ തടയും, അധികൃതർ തടയും, നമ്മുടെ പോകാൻ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്കറിയാം.
ഈ പശ്ചാത്തലത്തിൽ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രവേശനത്തിനുള്ള അനുമതി പരിശോധിക്കുന്നത് ആരാണെന്നും എങ്ങനെയാണെന്നും ചിന്തിക്കുന്നത് അല്പം രസാവഹമായിരിക്കും. ഭാവനയിൽ ഒന്ന് കാണുക, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കോപത്തിന് ഇരയായവർ വസിക്കുന്ന ഇടത്തു നിന്നും നീതീകരണം പ്രാപിച്ച് അവിടേക്ക് പോകുമ്പോൾ സ്വന്തം രാജ്യത്ത് വിസ പരിശോധിക്കുന്ന ആരെങ്കിലും അത് പരിശോധിച്ചാൽ ഒരു കാരണവശാലും മടങ്ങി വരാൻ ആവശ്യമില്ലാത്തൊരു പ്രവേശന അനുമതിയായിരിക്കും അതും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആ നിലയിലുള്ള ഒരു പ്രവേശന അനുമതിയായിരിക്കും ആ നീതീകരണ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന, ആ കൃപയിലേക്ക് കടന്നു പോകുന്ന അവർക്ക് കിട്ടിയ ആ പ്രവേശന ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഏതിൽ സംഭവിച്ചതുപോലെ കൃപയിൽ നിന്ന് പാപത്തിലേക്ക് വീണാൽ മാത്രമേ ഒരു മടങ്ങിവരവിന് അവിടെ സാധ്യതയുള്ളൂ. അവിടെയും ദൈവത്തിന്റെ കൃപയിൽ നിന്നതാണ് ആ ഏതെങ്കിലുണ്ടായിരുന്ന ആദം ഹവ്വ ദമ്പതിമാർ, അവർ ആ നിലയിൽ ആദ്യമേ പിതാക്കന്മാർ അവർ ആ നിലയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അവർ കൃപയിൽ നിന്ന് വീണ് നീതീകരണ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആ മടങ്ങിവരവിന് അവസരം ഉണ്ടാകുന്നത് ആ കൃപയിൽ നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന ആ പദവികളെ ഉപേക്ഷിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ എന്നുള്ളതും നാം ഓർത്തിരിക്കുക. അത് സംഭവിക്കാതിരിക്കാൻ നാം അധികമായി ദൈവത്തിൽ ആശ്രയിക്കണം, അധികമായി ദൈവത്തിൽ തന്നെ ബലപ്പെടണം. ആ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് തരുന്ന ഉറപ്പും അവകാശവും എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വിശദീകരിച്ചത് എന്നുണ്ട് വാക്യങ്ങൾ ഞാൻ ചേർത്ത് വായിക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആ ഒരു വലിയ പദവിയാണ് ലഭിക്കുന്നത്. ആ കൃപയിലേക്ക് വരുന്ന ആ ഉറപ്പും അവകാശവുമാണ് അവിടെ അതിലൂടെ വ്യക്തമാക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ലഭിച്ച പ്രവേശനത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന ഭൂതകാല പ്രയോഗമാണ്. അവിടെ നോക്കുന്നത്, അവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം നിൽക്കുന്ന നീതീകരണം നമുക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെട്ടതും നാം ഇതിനകം പ്രവേശിച്ചതുമായ ഒന്നാണെന്ന് കാണിക്കാൻ പൗലോസ് ഈ പ്രത്യേക ഭൂതകാലം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. നാം അവിടെ കടന്നിരിക്കുന്നു, നാം അതിൽ പ്രവേശിച്ചിരിക്കുന്നു, നാം അതിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നാം അറിയുക. കൂടാതെ ഇതിന്റെ ഒരു വർത്തമാനകാല പ്രാധാന്യമുണ്ട്. അതിന്റെ ആ വർത്തമാനകാല പ്രാധാന്യമുള്ളതിന് കാരണം അത് നമുക്ക് ഇതിനകം സംഭവിച്ച അല്ലെങ്കിൽ ഇതിനകം അങ്ങനെ ആയിത്തീർന്ന ഒന്നായതുകൊണ്ടാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നാം നീതീകരിക്കപ്പെട്ടവരായി തുടരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, അവിടെ നിന്ന് വീഴാനുള്ള സാധ്യതകളുണ്ടെന്ന്. അതിനാൽ നാം കൃപയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നാം അധികം ആശ്രയിക്കേണ്ടവരായിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രവേശനം ലഭിച്ചു. അത് ലഭിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് അത് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ തുടരാൻ കഴിയുന്നത് എന്നുള്ളത് നാം ഓർക്കുക. മുമ്പ് നാം ദൈവ അനുഗ്രഹങ്ങൾക്ക് പുറത്ത് കോപത്തിന്റെ മക്കളായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി ആ മണ്ഡലത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ആ മേഖലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ദൈവിക ആ സാന്നിധ്യത്തിനുള്ളിലാണ് നാം നിൽക്കുന്നത് എന്നുള്ളത് അറിയുക. നമ്മൾ ക്രിസ്തുവിൽ എന്നേക്കുമായി സുരക്ഷിതരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ വചനങ്ങളുടെ ഇന്ന് രാത്രിയിലെ ഈ ചിന്തയിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നാം എല്ലാവരും ആ കൃപയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പദവിയോടെ ആ കൃപയിൽ നമ്മൾ നിൽക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നീതീകരിക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിലെ നമ്മുടെ കാലയളവ് വിശുദ്ധീകരണത്തിനായുള്ളതാണ്. നാം ഓരോരുത്തരും കൃപയിൽ നിലനിൽക്കുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ സമ്പാദ്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പറഞ്ഞു, ഒരേ പ്രവർത്തികൾ ചിലത് ദൈവത്തിന് പ്രസാദമായി തീരുന്നു, ചിലത് ദൈവത്തിന് പ്രസാദമായി തീരുന്നില്ല. അതിന് കാരണമുണ്ട്. നീതീകരിക്കപ്പെട്ടവരല്ല എന്നുള്ളത് മാത്രമാണ് അതിന് കാരണമായി തീരുന്നത്. അതറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് വളരെ സന്തോഷമായിരിക്കാം. എന്നാൽ അതേ സന്തോഷം മറ്റു കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ല. അതുപോലെ ഒരു ദൈവത്തിന്റെ ആ സാമീപ്യവും അടുപ്പവും ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടവരുത്തട്ടെ. ആ ദൈവകൃപയിൽ നിന്നുകൊണ്ട് തന്നെ ആ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിക്കായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.